ഹായ് ഫ്രണ്ട്സ്, MJ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മാങ്ങ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും പച്ച മാങ്ങ വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് നല്ല പച്ച മാങ്ങ നോക്കിയിട്ട് പൊക്കത്ത് പോയി പറിച്ചിട്ട് വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞാൻ 2 പച്ചമാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പഴുത്ത മാങ്ങ കൂടി അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതുമായിട്ട് താഴത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് കസ്കസ് എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കാൻ പോവുകയാണ്. അത് കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ 2 മാങ്ങ 4 ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ അതാ നമ്മൾ 2 മാങ്ങയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പീസാക്കി എടുക്കാം. നമുക്കിത് ഡിസൈനിലൊന്നും അരിയണ്ട, വെറുതെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ജ്യൂസ് അടിക്കാനുള്ളതാണ്. മാക്സിമം ഇതിൽ നിന്ന് എടുക്കുക. ഇതാ ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇതിലോട്ട് നിങ്ങൾക്ക് തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സാധാ വെള്ളം ഒഴിച്ചിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ തണുത്ത വെള്ളമാണ് ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഈ മാങ്ങ ഒന്ന് മുങ്ങി നിൽക്കുന്ന ആ ഒരു അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ പുതിനയില കൂടി ഇട്ടിട്ടാണ് ജ്യൂസ് അടിക്കാറ്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് ഒരു കഷ്ണം പച്ചമുളകും അതുപോലെ തന്നെ ഏലക്കയും കൂടി ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കുറച്ച് ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, അതിൻ്റെ മധുരം ഒന്ന് ബാലൻസായി നിൽക്കാനായിട്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പകുതി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മധുരം കൂടി നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ ഇച്ചിരി കൂടി മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മധുരം കറക്റ്റായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലൂടെ നമുക്ക് കസ്കസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം.